വിനീതേട്ടൻ ശരിക്കും ഏജ് ഡബിൾ റിവേഴ്സ് കെയർ എന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത്. സ്കിൻ കെയർ ടിപ്സ് ഒക്കെ ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത്. ഞാനത് ഇതിനിടെ വേറൊരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ഐ മീൻ ഞാൻ കോൺഷ്യസ് അല്ല ആ കാര്യം. അതിങ്ങനെ മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടെങ്കിലും ഞാനത് ലീസ് ബോധേഡാണ്. കാരണം എനിക്ക് അതല്ലാതെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന എൻ്റെ ഏരിയകളുണ്ട്. എൻ്റെ റൈറ്റിംഗ് സൈഡ് ആയാലും അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ പ്രാക്ടീസസ് ഒക്കെയും ഞാൻ ചെയ്യുന്നത്. ഞാനൊരു നടൻ അല്ലെങ്കിൽ പോലും ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും പിന്നെ അത് ജെനറ്റിക്സും ആയിരിക്കും. അങ്ങനത്തെ ഡിസ്കഷൻ ഒന്നും നമ്മളെ ഇടയില്ല. ഞാനിത് ആകെ മടി പിടിച്ചിരിക്കില്ലടാ ഉണർത്തി വിടുക. ശരിക്കും മടിയുണ്ടോ? അത്യാവശ്യം നല്ല മടി. പക്ഷെ മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വേഗം സെറ്റില് സമയത്ത് എത്തൂല്ലെന്നോ അല്ലെങ്കിൽ ഇവര് പറയുന്ന കേൾക്കില്ല എന്നല്ല. നമ്മള് പൊതുവേ പണിയില്ലാതെ കുറെ നാള് നിന്നോണ്ട് മറ്റേ ഉറങ്ങി ആസ്വദിച്ച് ഉറക്കത്തിന്റെ ഒരു സുഖം പിടിച്ചു പോയത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അതൊക്കെ മാറി. ഇനിയിപ്പോ ട്രൈ കയറില്ല. എനിക്കൊരു ഹിറ്റ് വന്നല്ലോ, ഇനിയിപ്പോ അത് തുടർന്ന് കൊണ്ടുവരണമല്ലോ. ഈ ശരിക്കും മുമ്പും സിനിമകളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഹണി ബി 2.5 ഇറങ്ങുന്ന സമയത്ത് ശരിക്കും എന്തായിരുന്നു സിനിമ എന്ന് പറഞ്ഞൊരു പെർസ്പെക്റ്റീവ്? ശരിക്കും എങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ശരിക്കും ആ സമയത്ത്? സിനിമ ഞാൻ ആഗ്രഹിച്ച സിനിമയൊക്കെ തന്നെയാണ്. അപ്പോ ഈ പറഞ്ഞല്ലോടാ, ഇത് നമ്മള് പഠിച്ചു വരുവാണ്. ഓരോ ടൈം പോകുമ്പോഴും നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ കുറെ കാര്യത്തിൽ നമ്മൾ മെച്യൂർ ആവും. അത് ഈ പറഞ്ഞ നമ്മൾ ട്രാവൽ ചെയ്യണം, കുറെ ഫ്രണ്ട്സ് വേണം. എനിക്ക് എല്ലാവരും പറയാനുള്ളത് എപ്പോഴും ലൈഫിൽ കുറെ ഫ്രണ്ട്സും അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് കണക്ഷൻ വേണം. എന്നാലേ നമ്മുടെ തലച്ചോറും കുറച്ച് വലുതാവുള്ളൂ. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ്, എനിക്ക് ഫ്രണ്ട്സും ഫാമിലി എനിക്ക് കുറച്ച് ഇമോഷണൽ ബന്ധങ്ങൾ എല്ലാവരുമായിട്ട് വേണം. അല്ലെങ്കിൽ ലൈഫ് ആസ്വദിക്കണം. ലൈഫ് ആസ്വദിക്കും, അതിന്റെ കൂടെ കുറച്ച് പണിയും എടുക്കും. അങ്ങനെ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഹിറ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഇനി അതിനു വേണ്ടി കഷ്ടപ്പെടും. ഇനി അടുത്ത സിനിമകൾ എടുക്കുമ്പോഴത്തേക്കും കാര്യം എനിക്ക് ജിത്ത് വന്നത് ഭയങ്കര ഒരു ലൈഫാണ്. ആ ഒരു ലൈഫ് ഇനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അതിന്റെ ഒക്കെ ബോധപൂർവ്വമൊക്കെ എനിക്കുണ്ട്. ആസിഫിക്കയുടെ കാര്യം പറയുമ്പോ ആസിഫിക്ക ശരിക്കും സെന്റർ ഓഫ് അട്രാക്ഷനാ. ചുറ്റിനും ഫ്രണ്ട്സിന് ഏറ്റവും വൈബാക്കി നിർത്തുന്ന ആളുകളൊന്നും. ശരിക്കും ആ ഒരു ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ആസിഫിക്കാന്ന് മാത്രമല്ല എല്ലാവർക്കും വേണം. ഇപ്പൊ വിനീതേട്ടനാണേലും എങ്ങനെയാ നമ്മള് സെറ്റിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതും. അല്ലെ നമുക്കൊന്ന് വിനീതേട്ടൻ എല്ലാവരും ഹാപ്പി ആയിട്ട് ഒന്നാ നമുക്ക് ഫോണിന് അവിടെ റേഞ്ച് ഇല്ലായിരുന്നു കാട്ടില്. അപ്പൊ എനിക്ക് ഈ സിനിമയിൽ വരുന്നവരെ വിനീതേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ നടനാണ്. അപ്പൊ എനിക്ക് ആദ്യമേ ഒരു ഇതുണ്ടല്ലോ എങ്ങനെ വിനീതേട്ടൻ സംസാരിക്കുമായിരിക്കും. അതൊരൊറ്റ ദിവസം കൊണ്ട് ഞാനും വിനീതേട്ടൻ കാര്യം ഇവരൊക്കെ വെള്ളം പിടിക്കും. നമ്മള് അതിലില്ലാത്തത് കൊണ്ട് ഇവരുടെ വർത്താനമൊക്കെ കേട്ട് ആ കൂടെ ഇരുന്നങ്ങ് ചില്ലാവും. ഒന്നാമത്തെ കാര്യം ഇതൊരു നല്ല സിനിമയാണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. കാര്യം ഇതൊരു മോശം പടമല്ല, ഇതൊരു അടിപൊളി പടമാണ്. എല്ലാവരും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസവും ആ ഒരു കോൺഫിഡൻസും അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എനിക്കുണ്ട്. ഞാൻ പാട്ടൊക്കെ കളിച്ച് റൂമിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ടാ പോയത്. കാര്യം ഇതെനിക്ക് അടിക്കും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസും ആ ഒരു സന്തോഷമൊക്കെയാണ് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കിട്ടിയ. കാര്യം നമ്മളും സിനിമകൾ കാണുന്നതാണ്. നമുക്കൊരു സിനിമ വർക്ക് ചെയ്യുമ്പോ അറിയാം, അല്ലെങ്കിൽ അതിന്റെ ഔട്ട് എന്തെങ്കിലും ഡബിന് പോകുമ്പോ ഒക്കെ അറിയാമോ ഇത് അടിക്കും, ഇത് കിട്ടുന്നതാണ് എന്ന് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ മൊത്തം ഉണ്ടായിരുന്നു. ഈ ശരിക്കും റീസെന്റ്ലി ഒക്കെ നമ്മൾ ലവ് ടുഡേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ജൂണിന്റെ ഒരു ഷോർട്ട് ഫിലിം വേർഷൻ ആണ് പിന്നെ സിനിമയാണ്. ശരിക്കും ഒരു ഷോർട്ട് ഫിലിം വേർഷൻ സിനിമ ആക്കുമ്പോൾ ഏറ്റവും വലിയ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്താ അതിനകത്ത്? ഷോർട്ട് ഫിലിം കണ്ട് വർക്കൗട്ട് ആയിരിക്കുന്ന ആൾക്കാർക്ക് അതിനേക്കാൾ കുറച്ചുകൂടിയെങ്കിലും ബെറ്റർ ആയിട്ട് സിനിമ തോന്നണം എന്നുള്ളത് തന്നെയായിരുന്നു ഫസ്റ്റ് ചലഞ്ച്. അപ്പോൾ കുറച്ച് അറിയാലോ, അപ്പോൾ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് ഫിലിംസിലുള്ള കുറച്ച് ഏരിയാസ് പടത്തിലും വരുന്നുണ്ട്. അത് കുറച്ച് ക്രൂഷ്യൽ മൊമെന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടേക്കുന്ന ആൾക്കാരെ അവർക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു എക്സ്പീരിയൻസ് ഇവിടെ കൊടുക്കാൻ പറ്റണം എന്നുള്ള സാധനമായിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ച്.